മലയാള സിനിമയുടെ ശ്രീ, നമ്മുടെ ഏവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട അനുഗ്രഹീത കലാകാരനായ ശ്രീനിവാസൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാണ്. ഞാൻ സിനിമയിൽ തിരക്കഥാ പഠനം പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മുടെ മൾട്ടിമീഡിയ ഫീൽഡിലേക്ക് വന്ന ഏറെ കുട്ടികൾക്കും ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഡിസൈനിങ് തുടങ്ങിയ മേഖലകളോടായിരിക്കും കൂടുതൽ പേർക്കും കമ്പം ഉണ്ടാകുക. അപ്പം അധികം പേരും വായനാശീലം, അധികം നല്ല കുറച്ച് കുട്ടികളെങ്കിലും വായനാശീലം കുറവുള്ളവരും അതുപോലെ ഈ ഇരുന്ന് വായിക്കുക, നോവല്, കഥകളൊന്നും വായിക്കാത്ത കുട്ടികളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് എൻ്റെ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയ സമയത്ത് അപ്പം അവരെ കൂടുതൽ വായനയിലേക്ക് അല്ലെങ്കിൽ തിരക്കഥാ പഠനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പല ടെക്നിക്കുകൾ മാറി മാറി പ്രയോഗിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയത്ത് ആദ്യം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കും. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു കൊടുക്കും. അത് ചിത്രീകരിച്ചിരിക്കുന്ന രീതികൾ, സ്ക്രിപ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ ഭാഗങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഡിറക്ടർ ആഡ്, അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ അതിൻ്റെ വ്യത്യാസങ്ങളും താരതമ്യ പഠനങ്ങളും ഒക്കെ ഇങ്ങനെ നടത്തി മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കുട്ടികൾക്ക് അത്രത്തോളം എൻ്റെ കയ്യിൽ കൂടുതൽ അവൈലബിൾ ആയിട്ട് കുറച്ച് പഴയ സിനിമകളുടെ ഒക്കെ ആയിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസിൻ്റെ സ്ക്രിപ്റ്റൊന്നും കയ്യിൽ കുറവായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ മാറി മാറി ഓരോന്ന് പരീക്ഷിച്ച് നോക്കി അങ്ങനെ ഒടുവിൽ നമ്മുടെ നാടോടിക്കാറ്റിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് എത്തി. അപ്പം നമ്മുടെ ശ്രീനിവാസ് സാറിൻ്റെ നാടോടിക്കാറ്റ്, നമ്മുടെ ശ്രീനിയേട്ടൻ്റെ നാടോടിക്കാറ്റിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു എൻ്റെ കയ്യിൽ ആദ്യം എൻ്റെ സ്ക്രിപ്റ്റുകളിൽ എൻ്റെ കയ്യിൽ വന്നത്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ വായിച്ചു തുടങ്ങിയ ഒരു സമയം മുതൽ അതിൻ്റെ വിഷ്വലും അതിൻ്റെ സ്റ്റൈലും സ്ക്രിപ്റ്റിംഗ് രീതികളൊക്കെ തുടങ്ങിയ സമയത്ത് തൊട്ടാണ് കുട്ടികൾ എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചലച്ചിത്ര പഠനത്തെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ കണ്ടു തുടങ്ങി എന്നുള്ളത്. അപ്പം ഈ ഒരു സ്ക്രിപ്റ്റ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ക്രിപ്റ്റുകളും അത്രത്തോളം പ്രിയപ്പെട്ടതായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലെയും ഏത് തലമുറയിലെയും കുട്ടികൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന, അത്രയും കേട്ടിരിക്കണ, വായിക്കണ സ്ക്രിപ്റ്റും സിനിമയും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒന്നും പറയാനില്ല.